ഒരു ഭീകരാക്രമണം നടന്നാൽ, പ്രത്യേകിച്ചും ഇസ്ലാമിക ഭീകരാക്രമണം നടന്നാൽ, ജിഹാദി ആക്രമണം നടന്നാൽ അതിൻ്റെ വേര് ഇങ്ങ് കേരളത്തിലെത്തുന്ന ഒരു പതിവുണ്ട്. എല്ലാ അന്വേഷണങ്ങളും വന്നെത്തുമ്പോൾ അതിൽ കേരളത്തിൻ്റെ പങ്ക് വ്യക്തമാകാറുണ്ട്. ഈ തൊട്ടാൽ തെറിച്ച എന്തെങ്കിലും ഒരു ബന്ധമുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് ആ ആക്രമണവുമായി ബന്ധപ്പെട്ടിരിക്കും. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വരുന്നതാണ്. ഇപ്പോഴും അതിന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പോഴിതാ ഈ കാശ്മീരിലെ ബൈസരൻ വാലിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ 26 പേരെ മതം നോക്കി ഉടുതുണി അഴിച്ച് അടിവസ്ത്രം വരെ അഴിച്ചു പരിശോധിച്ച് വെടിയുണ്ടകൾക്കിരയാക്കിയ ആ ഭീകരന്മാരുടെ തലവൻ TRF എന്നൊരു സംഘടനയാണ് അത്. സംഘടനയുടെ നേതൃത്വത്തിലാണ് അത് ചെയ്തത്. ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നും ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്നും അവരെ കുറിച്ച് പറയുന്നു. ആ TRFിൻ്റെ തലവന് കേരള ബന്ധമുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഈ TRFിൻ്റെ തലവൻ സജാദ് ഗുൾ എന്ന് പറയുന്ന ഒരാളാണ്. ഇയാൾ 2002 മുമ്പ് കേരളത്തിൽ വന്ന് ഒരു കോഴ്സ് പഠിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ കാശ്മീരിയാണ്. ഇയാൾ ബാംഗ്ലൂർ വന്ന് MBA പഠിച്ചു. അതിനുശേഷം കേരളത്തിലെത്തി ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. NIA ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. NIA ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കേരളത്തിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് സജാദിൻ്റെ ഇവിടുത്തെ രക്ഷകർ? ആരാണ് ഇവിടെ നിന്ന് പഠിക്കാൻ അയാൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത്? നമുക്കറിയാം, കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കേരളം കേന്ദ്രീകരിച്ച് ആരംഭിച്ച് കഴിഞ്ഞൊരു 2-3 പതിറ്റാണ്ടായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയ ഒരു സംഘടന നിരോധിക്കപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ പൂർവ്വരൂപം NDF എന്നായിരുന്നു. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നവർ പറയാറുണ്ടെങ്കിലും അത് നാഷണൽ ഡിഫൻസ് ഫ്രണ്ട്, നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നൊക്കെയാണ് അവരുടെ ആ ഉള്ളിലുള്ള അവർ തന്നെ അവരെ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഫ്രണ്ടുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോപ്പുലർ ഫ്രണ്ട് ആകട്ടെ, അത് നാദാപുരം ഡിഫൻസ് ഫ്രണ്ട് ആകട്ടെ, അത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആകട്ടെ, ഈ ഫ്രണ്ടുകൾ തമ്മിൽ ഒരു അടുപ്പം, ഒരു അന്തർധാര ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനൊരു അന്തർധാര സജാദ് ഗുള്ളിനെ ഇവിടെ എത്തിച്ചു. ഈ കോഴ്സ് ചെയ്യാൻ, ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്യാൻ സഹായിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. NIA ഇത് സംബന്ധിച്ച് ചില വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അവർക്ക് ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു. എന്തായാലും ആരാണ് ഈ സജാദ് ഗുൾ? നമുക്ക് സജാദ് ഗുൾ ആരാണെന്നൊന്ന് പരിശോധിക്കാം. ഈ സജാദ് ഗുൾ 2022 ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് RDXുമായിട്ട് പോലീസിന്റെ പിടിയിലാകുന്നു. അപ്പോഴാണ് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. ഇയാൾ കാശ്മീരിലുള്ള നിരവധി നിരോധിത സംഘടനകൾ, പാക് ബേസ്ഡ് അല്ലെങ്കിൽ പാക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുള്ളയാളാണ്. വലിയ സ്ഫോടനം നടത്താനാണ് ഈ RDX എത്തിച്ചത് എന്ന് അന്വേഷണത്തിൽ തെളിയുകയും ഇയാളെ വിചാരണയ്ക്ക് വിധേയനാക്കി ശിക്ഷിക്കുകയും ചെയ്തു. 10 വർഷത്തെ തടവിനാണ് കോടതി ശിക്ഷിച്ചത്. 2017 പുറത്തിറങ്ങിയ ഇയാൾ കാശ്മീരിലെത്തി അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് മുങ്ങുകയായിരുന്നു. പാകിസ്ഥാനിൽ ചെന്ന് വളരെ കൃത്യമായിട്ട് ലഷ്കർ ഇ തോയ്ബയുടെ അതിതീവ്രമായ കൊടും ഭീകരനാകാനുള്ള പരിശീലനം നേടി അയാൾ 2019 തിരിച്ചു കാശ്മീരിലെത്തി. ആ കാലത്താണ് ഈ ലഷ്കർ ഇ തോയ്ബ നമ്മളിനി നേരിട്ട് ഇന്ത്യക്കകത്ത് ആക്രമണങ്ങൾ സംഘടിപ്പിക്കേണ്ട, പകരം ഇന്ത്യക്കകത്ത് ചില ഭീകര സംഘടനകളെ ഉണ്ടാക്കി അവർ വഴി ഈ ആക്രമണം നടത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. അതിൻ്റെ ഫലമായിട്ട് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊരു നിഴൽ സംഘടന അവർ സ്ഥാപിച്ചു. ആ സംഘടനയുടെ തലപ്പത്തേക്ക് അവർ നിയോഗിച്ചത് സജാദ് ഗുള്ളിനെ, തങ്ങൾ പരിശീലിപ്പിച്ച കൊടും ഭീകരനായ സജാദ് ഗുള്ളിനെ ആണ് നിയോഗിച്ചത്. സജാദ് ഗുള്ളിന് തെക്കേ ഇന്ത്യയുമായിട്ടും ഒക്കെ വലിയ ബന്ധമുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ കാശ്മീരിലെ ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അല്ലെങ്കിൽ ദ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന ആ സംഘടനയുടെ തലപ്പത്തേക്ക് നിയോഗിക്കുകയായിരുന്നു. തുടർന്ന് അങ്ങനെ ഇത് ശ്രീനഗറിൽ ബാല്യകാലത്ത് ശ്രീനഗറിൽ പഠിച്ച് പിന്നീട് ബാംഗ്ലൂരിൽ വന്ന് MBA എടുത്ത് അതിനുശേഷം കേരളത്തിൽ വന്ന് ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ പാസ്സായ ആളാണ്. ഇയാൾ ശ്രീനഗറിൽ തന്നെ ഒരു ലാബ് ആരംഭിച്ചു. അവിടെ ഈ ജനങ്ങൾക്ക്, അവിടുത്തെ പ്രദേശവാസികൾക്ക്
ഈ ആരോഗ്യ സംബന്ധമായ സേവനങ്ങൾ നൽകുന്നതിനോടൊപ്പം ചെറുപ്പക്കാരെ കണ്ടെത്തി കൂടുതലായിട്ട് ഈ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ഒപ്പം അവരെ അതീവ രഹസ്യമായിട്ട് അവിടെ നിന്ന് കാശ്മീരിലേക്ക് അയക്കുകയും കാശ്മീരിൽ പരിശീലനം പൂർത്തിയാക്കി അവരെ തിരിച്ച് ഇന്ത്യയിലെത്തിച്ച് കാശ്മീരിലെത്തിച്ച് ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്ത ആളാണ് സജാദ് ഗുൽ. ഈ ISIയുടെ ശിക്ഷണവും ഉപദേശവുമാണ് സജാദ് ഗുല്ലിനെ നയിച്ചിരുന്നത്. ഈ സംഘടന രൂപീകരിച്ചതും അവരുടെ തന്നെ ISIയുടെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയാണ്. മസൂദ് അസറിന്റെ എല്ലാ പ്രോത്സാഹനവും ഇയാൾക്ക് ലഭിച്ചിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും 2019 പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ കൂടുതൽ ഒറ്റപ്പെടാൻ തുടങ്ങിയത്. ആ നാണക്കേടും ആ കുറ്റാരോപണവും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാശ്മീരിൽ തന്നെയുള്ള ഒരു കാശ്മീരിയെ ഉപയോഗിച്ച് കാശ്മീർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന തങ്ങളുടെ തന്നെ നിഴൽ സംഘടനയായിട്ട് അവർ ആരംഭം കുറിച്ചത് അങ്ങനെയാണ്. എന്തായാലും അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ NIAക്ക് കിട്ടിയിരിക്കുന്നു. ഈ മോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടി 2020 ഇവർ പ്രവർത്തനം സജീവമാക്കുന്നത്. 2020 മുതൽ 24 വരെ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾക്ക്, കാശ്മീരിൽ അരങ്ങേറിയ പല ആക്രമണങ്ങൾക്കും, ഏറ്റുമുട്ടലുകൾക്ക്, സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലുകൾക്കും ഒക്കെ നേതൃത്വം നൽകുകയും അതിൽ തന്ത്രപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത സംഘടനയാണ് TRF. അതിൻ്റെ നേതാവാണ് സജാദ് ഗുൽ. എന്തായാലും ഇപ്പോൾ ഇയാൾക്ക് ഏതാണ്ട് 50-51 വയസ്സ് പ്രായമുണ്ടെന്നാണ് കേന്ദ്രസേന പറയുന്നത്. ഇയാളുടെ തലയ്ക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ 2017 ശേഷം ഇയാൾ കാശ്മീർ വിട്ട് പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ നിന്ന് പരിശീലനമൊക്കെ പൂർത്തിയാക്കി മടങ്ങി വരികയും ഒക്കെ ചെയ്തതുകൊണ്ട് ഇയാളെ ഐഡന്റിഫൈ ചെയ്യുകയും തിരിച്ചറിയുകയും ഇയാളുടെ തലയ്ക്ക് 10 ലക്ഷം രൂപ ഇത് 2022 തന്നെ ഇനാമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇയാൾ വലിയ തോതിൽ ഈ പറയുന്നത് പോലെ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള, വലിയ തോതിൽ ജനങ്ങളെ കൊന്നൊടുക്കാൻ മനസ്സുള്ള, അത്ര ക്രൂരമായ മനസ്സുള്ള ഒരു ഭീകരൻ, കൊടും ഭീകരനാണ് എന്നാണ് പൊതുവെ NIAയുടെ വിലയിരുത്തൽ. എന്തായാലും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ വളരെ ഊർജിതമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൾക്ക് വലിയ തോതിൽ ഫണ്ട് വരുന്നുണ്ട്, പണം വരുന്നുണ്ട്. ഇയാൾ അത് ഉപയോഗിച്ചാണ് ഈ ചെറുപ്പക്കാരായ ആൾക്കാരെ സോഷ്യൽ മീഡിയ വഴിയും തൻ്റെ ഈ ലാബ് അവിടെ നടത്തിയിരുന്ന ലാബ് വഴിയും ആണ് ഈ ജനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ സേവനങ്ങൾ നൽകി അതിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റി ചെറുപ്പക്കാരെ വലിയ തോതിൽ തൻ്റെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്തിരുന്നത്. തുടർന്ന് അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കുകയും ചെയ്തു. എന്തായാലും ഇയാളുമായി ബന്ധപ്പെട്ടൊരു വലിയ നെറ്റ്വർക്ക്, വലിയൊരു ഒരു വലയിലെ ഒരു സുപ്രധാന കണ്ണിയാണ് സജാദ് ഗുൽ എന്നിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അയാളുടെ ഈ പറയുന്ന ബൈസരൺ വാലിയിലുണ്ടായ ഈ നിഷ്ഠൂരമായ ആക്രമണത്തിൽ 26 പേരെ കൊലപ്പെടുത്തിയ അത്യന്തം ഹീനമായ ഈ ഭീകരാക്രമണത്തിൽ ചെറുതല്ലാത്ത റോളുണ്ട്. അയാൾ വലിയ പങ്ക് വഹിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അതിനുള്ള തെളിവുകൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. എത്രയും വേഗം സജാദ് ഗുൽ പിടിയിലാകുമെന്നാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ സജാദ് ഗുല്ലിന് കേരളത്തിൽ താവളമൊരുക്കിയത് ആരുടെ സഹായത്താലാണ് അയാൾ ഇവിടെ താമസിച്ച് ഈ കോഴ്സ് പഠിച്ചത്, അത് പൂർത്തിയാക്കിയത്? തെക്കേ ഇന്ത്യയിൽ ബാംഗ്ലൂരിലടക്കം സജാദിന് ആരൊക്കെയായിട്ട് ബന്ധമുണ്ട്, ആരൊക്കെയാണ് സജാദിന്റെ സഹായികൾ, ആരൊക്കെയാണ് സജാദിന്റെ സംരക്ഷകർ എന്നുകൂടി കണ്ടെത്താനുണ്ട്. എന്തായാലും NIA ഊർജിതമായി അന്വേഷണം നടത്തുകയാണ്. ഏറെ വൈകാതെ നമുക്കത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കേരളം ഒരു ഭീകരതയുടെ പറുദീസയായി മാറിയിരിക്കുന്നു എന്ന അത്യന്തം വേദനിപ്പിക്കുന്ന സത്യമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം, വിനോദസഞ്ചാരികളുടെ പറുദീസയായ കേരളം ഇന്ന് തീവ്രവാദത്തിൻ്റെയും ഭീകരതയുടെയും ഹബ്ബായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഒരു പറുദീസയായി മാറിയിരിക്കുന്നു. എല്ലാ ഭീകരന്മാർക്കും, കൊടും ഭീകരന്മാർക്കും ഇവിടെ ഒളിച്ചു താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അത് മുമ്പും നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിൻ്റെ വേരറുക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് PFI പോലെയുള്ള സംഘടനകളെ നിരോധിച്ചത്. അതിനെ തുടർന്നുണ്ടായ എല്ലാ വിവരങ്ങളും നമുക്കറിയാം. ഇപ്പോൾ ഈ സജാദ് ഗുല്ലിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതാര്, അയാളെ സംരക്ഷിച്ചതാര് കേരളത്തിൽ എന്ന ചോദ്യമാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്.